കൂത്താട്ടോളം മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂത്താട്ടോളം ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ ചേർന്നു. UDF ചെയർമാൻ പ്രിൻസിപ്പൽ ജോൺ അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ 100 സീറ്റിന് മുകളിലുള്ള ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ആഞ്ഞടിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച മാർജിനിലുള്ള ഒരു വിജയം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ അനൂപ് ജേക്കബിന് ഉണ്ടാകണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂത്താട്ടുകുളത്തിന്റെ വികസന രംഗത്ത് എല്ലായ്പ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളുമായി ചേർന്നു നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുള്ള ഒരു നിയമസഭാ സാമാജികനാണ് ശ്രീ അനൂപ് ജേക്കബ്. നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി പഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിലും പിന്നീട് മുനിസിപ്പാലിറ്റി ആയ കാലഘട്ടത്തിലുമൊക്കെ കൂത്താട്ടുകുളത്തിന്റെ ഭരണം കൈയാളിയിരുന്ന കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനെല്ലാം അതിശക്തമായ പിന്തുണ നൽകിയിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധിയാണ് ശ്രീ അനൂപ് ജേക്കബ്. കേരളത്തിൽ നടന്നിട്ടുള്ള യാത്രകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് നടന്ന ആ യാത്രയിൽ കൂടിയ ജനക്കൂട്ടം സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ മനസ്സാണ്. നമ്മൾ അധികാരത്തിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ തീർച്ചയായും പിറവം നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം ശ്രീ അനൂപ് ജേക്കബിന് ഇവിടെ നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം പിറവത്തുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കോംപ്രമൈസിനോ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അലസതയിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ജയിക്കുമെന്ന്. യോഗത്തിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ്, UDF നേതാക്കളായ ജോണി അരക്കട്ടൽ, KR ജയകുമാർ, രാജു പാണാലിക്കൽ, PC ജോസ്, റിജി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതികൾ ലഭ്യമാക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം MLA എന്ന നിലയിൽ എനിക്കുണ്ട് എന്നതാണ് ഒരു സ്ഥാനാർത്ഥിയായി വീണ്ടും ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ സർക്കാരിൻ്റെ വിപരീതമായ സാഹചര്യങ്ങൾ അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ പദ്ധതികളും നമ്മൾ നേടിയെടുക്കുന്നത്. പലപ്പോഴും UDF MLA-മാരോട് കടുത്ത വിവേചനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്നും പോലും പരമാവധി ഫണ്ടുകൾ നേടിയെടുക്കാനും നമ്മുടെ നിയോജക മണ്ഡലത്തിലേക്ക് ലഭ്യമാക്കുവാനും സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നിയമസഭയിലൂടെ വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് വിവിധ തരത്തിലുള്ള ശക്തമായ നിലയിൽ അക്കാര്യങ്ങളിൽ ഇടപെട്ട് പോരാട്ടങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. വിവേചനത്തിൽ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഗ്രാമീണ റോഡുകൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നമുക്ക് അനുവദിച്ചു. ഒരു UDF MLA കിട്ടിയത് 2